സാറേ, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വായിൽ നിന്ന് വീഴുന്ന ഓരോ വാക്യവും ഇന്ന് മാധ്യമങ്ങളുടെ, ലോകമെങ്ങുമുള്ള മാധ്യമങ്ങളുടെ തലക്കെട്ടുകളായിട്ട് മാറുകയാണ്. ഏറ്റവും ഒടുവിൽ ചൂടോടെ വന്ന വാർത്ത, മോദിയുടെ സ്വന്തം ഗുജറാത്തിൽ ഈ ക്ഷീരനഗരം എന്ന് പേര് കേട്ട അമൂലിൻ്റെ നാടായിട്ടുള്ള ആനന്ദിൽ, ഗുജറാത്തിലെ ആനന്ദിൽ അദ്ദേഹം നടത്തിയൊരു പ്രസംഗം ഇന്ത്യക്കാർ അറിയുന്നതിന് മുമ്പ് ചൂടോടെ ഒരു വാർത്ത അദ്ദേഹം പുറത്തുവിടുകയാണ്, അല്ലെങ്കിൽ അദ്ദേഹം ഇന്ത്യക്കാരെ അറിയിക്കുകയാണ്. കാര്യമൊന്നുമല്ല, നമ്മുടെ രാഹുൽ ഗാന്ധി എത്രയോ മുമ്പ് നടത്തിയ, കുറച്ചു കാലം മുമ്പ് നടത്തിയ ഒരു രാഷ്ട്രീയ പ്രസംഗത്തിനെ പാകിസ്ഥാൻ വലിയ തോതിൽ വാഴ്ത്തുന്നു. ആ പ്രസംഗം എടുത്തിട്ട് അവർ ഷെയർ ചെയ്യുന്നു. എന്നിട്ട് അതിനെ മുൻനിർത്തിയിട്ട് രാഹുൽ ഗാന്ധിയെ വാഴ്ത്താൻ പാകിസ്ഥാൻ തയ്യാറാകുന്ന ഒരു ചിത്രം. രാഹുൽ ഗാന്ധിക്ക് ഇനിയിപ്പോൾ ഇന്ത്യയിൽ ആരുമില്ലേ, ഇനി പാകിസ്ഥാൻ വേണ്ടി വന്നോ എന്നൊക്കെ പരിഹസിച്ചുകൊണ്ട് സാക്ഷാൽ മോദി, നമ്മുടെ പ്രധാനമന്ത്രി തന്നെ അത് രാജ്യത്തോട് വെളിപ്പെടുത്തുന്നു. ഈ ഒരു സിറ്റുവേഷനിലേക്ക് രാഹുൽ ഗാന്ധി എത്തിപ്പെടുന്നതാണോ, അദ്ദേഹത്തെ ഇങ്ങനൊരു സിറ്റുവേഷനിലേക്ക് എത്തിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം വരികയാണോ, അതോ ഇന്ത്യയിലെ ഈ 18ാമത് ലോക്സഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് അത്രമേൽ ഭാരവും അത്രമേൽ സംഘർഷവുമാണോ അദ്ദേഹത്തിന് കൊടുക്കുന്നത്? ഇത് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ബുധനാഴ്ച പാകിസ്ഥാനിലെ ഇമ്രാൻഖാൻ്റെ മന്ത്രിസഭയിൽ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രി ആയിരുന്ന മറ്റേ ഫവാദ് ചൗധരി ഹുസൈൻ അദ്ദേഹം മുമ്പത്തെ ഒരു പ്രസംഗം, രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം ഒരാൾ പോസ്റ്റ് ചെയ്തത് റീപോസ്റ്റ് ചെയ്തു. ഈ ഫവാദ് ചൗധരി മുൻമന്ത്രിയാണ്, മുൻമന്ത്രിയാ, രാജിവെച്ചൊക്കെ പോയതാണ് ആ ഇമ്രാൻഖാൻ പ്രതിസന്ധിയിലായ ആ സമയത്ത്. അപ്പോൾ എന്നിട്ട് അദ്ദേഹം ഇത് ട്വീറ്റ് ചെയ്തിട്ട് രാഹുൽ ഓൺ ഫയർ, രാഹുൽ ഗർജിക്കുന്നു എന്നുള്ള മട്ടിൽ ആണ് ആ വീഡിയോ പോസ്റ്റ് ചെയ്തത്. ആ വീഡിയോയിൽ രാഹുൽ ഗാന്ധി പിന്നെ ഇന്ത്യയിൽ ശരിക്കും എന്താണ് ഈ മോദി നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നുണ്ട് എന്നൊരു വാചകം കൂടി എഴുതി ചേർത്തിട്ടുണ്ട്. ആ വീഡിയോയിൽ ഈ രാഹുൽ ഗാന്ധി പറഞ്ഞ പഴയ കാര്യം എന്താണെന്ന് വെച്ചാൽ, പ്രാണപ്രതിഷ്ഠയൊക്കെ നടന്ന ആ സമയത്താണ്. ആ പ്രാണപ്രതിഷ്ഠയ്ക്ക് ഇന്ത്യയിലെ വലിയ ആളുകളെയൊക്കെ ക്ഷണിച്ചിരുന്നു. അപ്പോൾ അതിൽ അമിതാഭ് ബച്ചൻ, അദാനി, അംബാനി, മുകേഷ് അംബാനി, ഇത്രയും ആളുകളുടെ പേര് രാഹുൽ ഗാന്ധി പ്രസംഗത്തിൽ പറയുന്നുണ്ട്. അവരെ പ്രാണപ്രതിഷ്ഠയ്ക്ക് വിളിച്ചു. പിന്നെയും 10-15 ഉന്നതരെയൊക്കെ ഇങ്ങനെയൊക്കെ ഉന്നതരുടെ പേരും പിന്നെ സാമീപ്യവും സാന്നിധ്യവും ഒക്കെ വെച്ചിട്ട് രാജ്യത്തെ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്നു മോദി എന്നാണ് ആ വീഡിയോയിൽ അതിൻ്റെ അകത്ത് പറഞ്ഞിരുന്നത്. അപ്പോൾ സത്യത്തിൽ അന്ന് പലരും ഇവിടെ പറഞ്ഞിരുന്നത് എന്താണെന്ന് വെച്ചാൽ, രാഹുൽ ഗാന്ധി ആ പ്രസംഗം വഴി ഉദ്ദേശിച്ചത് രാമൻ്റെ 500 കൊല്ലത്തിന് ശേഷമുള്ള തിരിച്ചുവരവിന് ഒരു പ്രാധാന്യവും ഇല്ല എന്നാണ് രാഹുൽ ഗാന്ധി അർത്ഥമാക്കിയത് എന്ന് ആളുകൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ചൗധരി ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഈ ഇമ്രാൻഖാൻ്റെ മന്ത്രിസഭയിൽ 2021-22 ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് രാജിവെച്ച ശേഷം ഞാനിനി രാഷ്ട്രീയത്തിൽ നിന്ന് ബ്രേക്ക് എടുക്കുകയാണെന്ന് പറഞ്ഞു പോയ ആളാണ് ഈ ഫയാസ് ചൗധരി. ഇയാളുടെ അമ്മാവൻ പാകിസ്ഥാൻ പഞ്ചാബിൽ ഗവർണറായിരുന്നു. വേറൊരു അമ്മാവൻ ലാഹോറിലെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസും ഒക്കെ ആയിരുന്നു. അങ്ങനത്തെ ഒരു കുടുംബത്തിൽ നിന്ന് വന്നിരുന്ന ഒരാളാണ് ഇയാൾ. ഭയങ്കര കോൺട്രവേഴ്സ്യലായ ഒരാളാണ് അവിടെ. എന്താണെന്ന് വെച്ചാൽ, ഈ മാസപ്പിറവി എന്ന് പറഞ്ഞൊരു സംഭവമില്ലേ നമ്മൾ പെരുന്നാളിനൊക്കെ, അത് ശാസ്ത്രീയമല്ല എന്ന് പറഞ്ഞിട്ട് അങ്ങേര് മൂൺ സൈറ്റിംഗ് വെബ്സൈറ്റ് ഒരെണ്ണം ഉണ്ടാക്കിയിരുന്നു. എന്നിട്ട് 5 വർഷ കലണ്ടർ, ചന്ദ്രൻ ഏതൊക്കെ സമയത്ത് കൃത്യമായിട്ടൊക്കെ പ്രത്യക്ഷപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ശക്കല ഇടതുപക്ഷ സ്വഭാവമുള്ള ആളായിട്ടാണ് പറയപ്പെടുന്നത്. അങ്ങനെ ഈ മാസപ്പിറവി ഒന്നും താൻ തീരുമാനിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ പൗരോഹിത്യം, ക്ലർജി ഭയങ്കരമായിട്ട് ചൂടാവുകയൊക്കെ ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് ഇയാൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ചീത്ത പറഞ്ഞിട്ട് കുറച്ച് ദിവസം ജയിലിലൊക്കെ ആയിരുന്നു. ഇപ്പോൾ പുറത്തുണ്ട്. വിപ്ലവകാരിയാണ്. അതെ, വിപ്ലവകാരിയാണ്. ഇങ്ങനത്തെ ഒരു കഥാപാത്രമാണ്. അപ്പോൾ മോദി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ കോൺഗ്രസ് മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അമിത്ഷാ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഇൻ്റർവ്യൂസിൽ പറയുന്നുണ്ട്, ആദ്യത്തെ ഘട്ടം കഴിഞ്ഞപ്പോൾ തന്നെ 100 സീറ്റ് ഉറപ്പായി, വോട്ടെടുപ്പ് 400 സീറ്റ് നമ്മൾ നേടും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന്
വൈകുന്നേരം CNN ഒരു ഇൻ്റർവ്യൂ വരാൻ പോകുന്നുണ്ട്, രാജ്നീതി ഇൻ്റർവ്യൂ. അപ്പോൾ കോൺഗ്രസ് പക്ഷേ ഇങ്ങനെ മുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പാകിസ്ഥാൻ കരയാണ്, മോദി പറഞ്ഞു. പാകിസ്ഥാൻ കരയാണ്. രാഹുലും പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം എക്സ്പോസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. മുമ്പ് കോൺഗ്രസ് ഭരിക്കുന്ന കാലത്തൊക്കെ ഇവിടുന്ന് ഡോസിയറുകൾ പാകിസ്ഥാന് കൊടുത്തിരുന്നു, നിങ്ങൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു വെളിപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മളൊരു ഡോസിയറും കൊടുത്തിട്ടില്ല. നമ്മൾ അങ്ങോട്ട് ആക്രമിക്കേണ്ട സമയത്ത് അതും ചെയ്തിട്ടുണ്ട്. ബാലക്കോട്ട് ഉദ്ദേശിച്ചിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. ഇത്രയുമൊക്കെയാണ് ഇപ്പോൾ ഇതിനെപ്പറ്റി ഇപ്പോൾ ഇത് ഭയങ്കര പ്രശസ്തമായിട്ട് ഇങ്ങനെ വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മോദിയുടെ ഈ പ്രസംഗം. അപ്പോൾ ഇത്രമാത്രം ഈ താഴേക്ക് പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പ്രകടന പത്രിക കോൺഗ്രസിൻ്റെ അത് മുസ്ലിം ലീഗിൻ്റെ പത്രികയാണെന്ന് പറഞ്ഞിട്ട് മോദി വലിയ ആക്രമണം തുടങ്ങിയിരുന്നല്ലോ. പിന്നെ അതിൻ്റെ അകത്ത് സംവരണത്തിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. പിന്നെ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്, ആളുകളുടെ സ്വത്തൊക്കെ പിടിച്ചെടുത്തിട്ട് വിതരണം ചെയ്യും. ആ ഓരോ വരിയും മോദി വിവാദമാക്കിയല്ലോ, വലിയ തോതിൽ നാഷണൽ ഡിസ്കഷൻ. അതെ, അതിൻ്റെ അകത്ത് പിന്നെ പറഞ്ഞിട്ടുണ്ട് അത് മോദി അധികം പിടിച്ചിട്ടില്ല. കാരണം ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഹൈക്കോടതികളിലും സുപ്രീം കോടതികളിലും കൂടുതൽ മുസ്ലിം ജഡ്ജിമാരെ നിയമിക്കുന്ന പ്രകടന പത്രികയിൽ ഞാൻ വായിച്ചതാണ്. എന്ന് പറഞ്ഞാൽ കൊളീജിയം സിസ്റ്റം മാറ്റിയിട്ട് ഇങ്ങനെ ചെയ്യുന്നതാണല്ലോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും അതിൻ്റെ അകത്തുണ്ട് എന്ന് മാത്രമല്ല, ഇപ്പോൾ ഇവർ കർണാടകയിലുമൊക്കെ മറ്റേ രേവണ്ണ വിവാദമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ മറ്റേ നേഹയുടെ ലവ് ജിഹാദ്, സ്നേഹയുടെ അത് പറയുന്നുണ്ട്. അങ്ങോട്ട് അമിത്ഷാ വീട്ടിലേക്ക് പോകാനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട് എന്നൊക്കെ കാണുന്നുണ്ട്. പിന്നെ ഈ OBC സംവരണത്തിൽ നിന്ന് കുറേ വെട്ടിച്ചുരുക്കിയിട്ട് അതിൻ്റെ അകത്ത് മുസ്ലിങ്ങളെ കൂടി OBCകളായിട്ട് അവിടെ സംവരണം കൊടുക്കുന്നുണ്ടല്ലോ, ആ ഇഷ്യൂ എല്ലായിടത്തും സംസാരിക്കുന്നുണ്ട്. ആനന്ദിലും ഈ കാര്യം അദ്ദേഹം പറഞ്ഞു. പിന്നെ വോട്ട് ജിഹാദ് എന്ന് പറഞ്ഞ് നമ്മൾ ചർച്ച ചെയ്ത കാര്യം അദ്ദേഹം പ്രഭാഷണത്തിൽ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ അദ്ദേഹം ഒരു കൺസോൾട്ടേഷൻ, ഹിന്ദു കൺസോൾട്ടേഷൻ ഉദ്ദേശിക്കുന്നുണ്ടാകാം, തീർച്ചയായിട്ടും ഉണ്ടാകുന്നുണ്ടാവാം. അപ്പോൾ ഈ മുസ്ലിം പ്രീണനമാണ് ഈ കോൺഗ്രസ് നയം ഇതപര്യന്തം നെഹ്റുവിൻ്റെ കാലം മുതൽ അത് പറയാണ്. അത് പറയുമ്പോൾ തിരിച്ച് മറുപടി പറയാനായിട്ട് രാഹുലിൻ്റെ കയ്യിൽ യാതൊന്നും ഇല്ല. കാരണം വസ്തുതകളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ പറഞ്ഞ സംഗതികൾ ഇപ്പോൾ കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക ഈ സാറിൻ്റെ നമുക്ക് കൂട്ടിച്ചേർക്കാൻ വേണ്ടി പറയാം. ഇപ്പോൾ കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക തീർച്ചയായും ചർച്ചയ്ക്ക് വരേണ്ടതാണ്. അതിലിപ്പോൾ ഒട്ടുമിക്കാലും വന്നു. ഇപ്പോൾ സാർ ഈ പറഞ്ഞ കാര്യം അതിനേക്കാളൊക്കെ വളരെ ചൂടുള്ള വിഷയമാണ്. അത് വന്നിട്ടുമില്ല. ജഡ്ജിമാരെ മുസ്ലിങ്ങളെ ആയിട്ട് നിയമിക്കും. ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഞങ്ങൾ കൂടുതൽ മുസ്ലിം ജഡ്ജിമാരെ നിയമിക്കാൻ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഒന്നും നടത്താൻ പറ്റില്ലല്ലോ. ഇതിനൊരു സംവിധാനം മണ്ടത്തരാണ് പറയുന്നത്. കൊളീജിയം സിസ്റ്റം ഉണ്ടല്ലോ, കോളേജിയൻ സിസ്റ്റം ഉണ്ട്, അതിനൊക്കെ ബ്രേക്ക് ചെയ്യേണ്ടി വരും. അതൊക്കെ എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഒരുപക്ഷെ മറ്റേതിനേക്കാളൊക്കെ ചർച്ച ചെയ്യേണ്ടിയിരുന്ന കാര്യമാണ്. അത് ചർച്ചയ്ക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് മോദി ഇപ്പോൾ കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ ഏറെക്കുറെ വിഷയങ്ങൾ ചർച്ചയ്ക്കെടുത്തു. ആ വിഷയത്തിൽ അദ്ദേഹം ഉയർത്തിയ കാര്യങ്ങളിലൊക്കെ തന്നെ ഈ മുസ്ലിം പ്രീണനം ഒരു വിഷയമായി കോൺഗ്രസ് ഉന്നയിക്കുന്നു. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടൊരു ഹിന്ദു പോളറൈസേഷൻ തന്നെയാണ് നരേന്ദ്രമോദി കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഈ ഇലക്ഷൻ ക്യാമ്പയിനിൽ ഉന്നയിക്കുന്നത്. അപ്പോൾ ഇതിൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഇതിലിപ്പോൾ സത്യത്തിൽ ഇപ്പോൾ ഈ നരേന്ദ്രമോദി ഇന്നത് ഉന്നയിച്ച സ്ഥിതിക്കെങ്കിലും കോൺഗ്രസ് മറുപടി പറയണ്ട. ഈ കാര്യത്തിൽ കോൺഗ്രസിന് മറുപടി പറയാൻ വല്ലാതെ ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നുമില്ല. കാരണം പാകിസ്ഥാനിലെ ഒരു മുൻമന്ത്രി, അതും ഇപ്പോൾ സാറ് പറഞ്ഞതനുസരിച്ച് അയാളുടെ ഒരു പ്രൊഫൈൽ നോക്കുമ്പോൾ പാകിസ്ഥാനികൾക്ക് തന്നെ സ്വീകാര്യനല്ലാത്ത ഒരാൾ, ലോകത്തിലെ മുസ്ലിങ്ങൾക്ക് ഒട്ടും സ്വീകാര്യം. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ പ്രൊഫൈൽ പറഞ്ഞെങ്കിലും ആളുകളത് ഓർക്കില്ല, കാരണം ഈ മാസപ്പിറവി എന്നൊക്കെ പറയുന്ന സാധനം ഇവിടെയും വിവാദ വിഷയമാണ്. ഇവിടെ ഒരാളുണ്ട്, ഇപ്പോൾ നമുക്ക് ഈ കൊല്ലം നമ്മൾ സാറ് കണ്ടോ പത്മശ്രീ ഒക്കെ കൊടുത്ത ഒരാൾ, ലക്ഷദ്വീപുകാരനാണ്, ഇപ്പോൾ കോഴിക്കോട്ട് താമസമാണ്. അദ്ദേഹത്തിൻ്റെ പേര് അലി മണിക് ഫാൻ എന്നാണ്. ഹിജ്റ കലണ്ടർ അദ്ദേഹം രൂപപ്പെടുത്തിയിട്ടുണ്ട്. സത്യത്തിൽ അത് ശാസ്ത്രീയമാണ് കേട്ടോ, അതാണ് ചെയ്യേണ്ടതും. ലോകത്തിലെ എല്ലാ മുസ്ലിങ്ങൾക്കും ഒരേ ദിവസം പെരുന്നാളും നോമ്പൊക്കെ അനുഷ്ഠിക്കാൻ. കാരണം ഗോളചലനങ്ങൾ ശാസ്ത്രീയമായി കാലേക്കൂട്ടി നിരീക്ഷിക്കാനും കണക്കൂട്ടാനും ഒക്കെ ഈവൻ മുസ്ലിം പയ്യന്മാർക്ക് തന്നെ ഇഷ്ടം പോലെ അറിയാം. സയൻസ് പഠിച്ചവരാണ് എല്ലാവരും. അവർ കണക്കൂട്ടിയിട്ട് ഒരു ആഗോള കലണ്ടർ ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. ലോകത്തിൽ എന്നൊക്കെ പെരുന്നാൾ എന്നൊക്കെ നോമ്പ് അത് കണക്കാക്കാൻ ഒരു കലണ്ടർ ഇദ്ദേഹം ഉണ്ടാക്കിയിട്ട് തള്ളിക്കളഞ്ഞതാണ്. ഇപ്പോൾ BJP ഗവൺമെൻറ് വന്നപ്പോഴാണ് അദ്ദേഹത്തിനും അത്തരം ഒരുപാട് പര്യവേഷണങ്ങൾ, ഇപ്പോൾ ലക്ഷദ്വീപിൽ കടലിൽ പര്യവേഷണം നടത്തിയിട്ട്
വ്യത്യസ്തങ്ങളായ ആരും കണ്ടെത്താത്ത അന്ന് വരെ കണ്ടെത്താത്ത ജീവികളെ സസ്യങ്ങളെയൊക്കെ കണ്ടെത്തിയ ആളാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾക്കൊക്കെ വലിയ ബഹുമതി ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ട്. നരേന്ദ്രമോദി തന്നെയാണ് അലി മണിക് ഖാൻ, ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്. അലി മണിക് ഖാൻ പത്മശ്രീ, അങ്ങേയറ്റം ലളിത മനുഷ്യനാണ്, സൂഫി ജീവിതം നയിക്കുന്ന ഒരാളാണ്. അപ്പോൾ അലി മണിക് ഖാന് പത്മശ്രീ കൊടുക്കാൻ നരേന്ദ്രമോദി വേണ്ടി വന്നു. ഞാൻ വേറെ ഒരു കാര്യം കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് പറയാറുണ്ട്. ഈ ഗവൺമെൻറ്റുകളെ നോക്കിയിട്ട് അവരുടെ തീരുമാനങ്ങളെ നോക്കുമ്പോൾ ചിലത് ഇപ്പോൾ ഈ APJ അബ്ദുൽ കലാം എന്നൊരു പ്രസിഡൻറ്റിനെ ഇന്ത്യക്ക് തന്നത് വാജ്പേയിയാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇത് ആരാണ് കഴിവിനെ കണ്ടെത്തുന്നത്, അർഹിക്കുന്ന ആളുകളെ കണ്ടെത്തി ഉയർത്തിക്കൊണ്ടുവരുന്നത് ആര് എന്നൊരു ചോദ്യം വളരെ പ്രധാനമാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ സാറ് പറഞ്ഞൊരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് ഇദ്ദേഹം ഈ അഷ്ഫാഖ് ഹുസൈൻ അല്ലേ, ഇത് പറഞ്ഞയാള് ഫവാദ് ചൗധരി ഹുസൈൻ. ഫവാദ് ചൗധരി ഹുസൈൻ രാഹുൽ ഗാന്ധിയുടെ ഒരു പഴയ പ്രസംഗം എടുത്ത് ട്വീറ്റ് ചെയ്ത് അത് ഷെയർ ചെയ്ത് റീഷെയർ ചെയ്ത് പോവുകയാണ്. അടിയന്തരമായിട്ട് കോൺഗ്രസ് അതിന് മറുപടി പറഞ്ഞില്ലെങ്കിൽ ഒറ്റ മറുപടിയേ ഉള്ളൂ, ഇയാളാരപ്പ, ഇയാളാര്. മാത്രം പാകിസ്ഥാൻ, ഒന്നാമത് ഇതിനകത്ത് പാകിസ്ഥാന് റോളില്ല. ഒരു പാകിസ്ഥാനിലെ മന്ത്രിക്കോ മുൻമന്ത്രിക്കോ ഇപ്പോഴത്തെ പ്രസിഡന്റിനോ പ്രധാനമന്ത്രിക്കോ ഒന്നും അതിൽ റോളില്ല. നിങ്ങളാര് ഞങ്ങളുടെ കാര്യത്തിൽ? ഇത് ഇവിടുത്തെ രാഷ്ട്രീയമാണ്, ഞങ്ങളത് പറയും. ഞങ്ങളുടെ പ്രധാനമന്ത്രിക്ക് മറുപടി പറയണ്ടെങ്കിൽ അദ്ദേഹം പറയട്ടെ, ഞങ്ങൾ വീണ്ടും പറയും. അതാണല്ലോ ഇവിടുത്തെ ഒരു എന്തുകൊണ്ട് മറുപടി പറയുന്നില്ല? വേറെന്തോ അല്ല, പറയാൻ വയ്യ. എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ പ്രധാനമന്ത്രി ഉയർത്തിയ സ്ഥിതിക്കെങ്കിലും, ഒന്നാമത് ഇതിപ്പോൾ രാഹുൽ ഗാന്ധിയോ കോൺഗ്രസോ ഇത് കണ്ടോളെന്ന് പോലുമില്ല. ഇത്ര സൂക്ഷ്മമായി ഈ ആഗോള ചലനങ്ങൾ നിരീക്ഷിക്കുന്ന ഒരു സ്വഭാവമൊന്നും കോൺഗ്രസിന് പണ്ടില്ല. ഇപ്പോൾ ഇനി ഉണ്ടായി വന്നെങ്കിലേ ഉള്ളൂ. കാണുന്നുണ്ടാവില്ല, കണ്ടാൽ കൃത്യമായി മറുപടി പറയേണ്ടതാണ്. ഒന്ന്. ഈ രണ്ടാമത്തെ കാര്യം, ഇനി ഇങ്ങനെ ഒന്ന് പാകിസ്ഥാനികൾ പറഞ്ഞാൽ അത് മറുപടി പറഞ്ഞ് തള്ളിക്കളയേണ്ടതാണ്, മോദി പറഞ്ഞുകൊണ്ടല്ല. പക്ഷേ ഇതിൻ്റെ കൂടെ പ്രതികരണമായിട്ട് വരുന്നത് കുറച്ച് കുഴപ്പം പിടിച്ചതാണ്. എന്താ പറയുക, മുമ്പ് ഈ ചൗധരിയെ പോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് ഹാഫിസ് സയ്യിദും പറഞ്ഞിട്ടുണ്ട്. സമാനമായിട്ട് എന്ന് പറഞ്ഞാൽ കൊടിയ ഭീകരവാദിയുടെ സ്റ്റേറ്റ്മെന്റ് ഇതിനോട് ചേർന്ന് പറയാണ്. ഇദ്ദേഹത്തെക്കുറിച്ച് ഞാനിപ്പോൾ സാറ് മണിശങ്കർ അയ്യർ പറഞ്ഞ് പാകിസ്ഥാനിൽ പോയിട്ടുണ്ട്. ഇതൊക്കെ പ്രതികരണത്തിൻ്റെ ഭാഗമായിട്ട് വരും, തീർച്ചയായിട്ടും വരുമല്ലോ, തീർച്ചയായിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഇതിൽ അടിയന്തരമായി കോൺഗ്രസ് ഒരു ദേശീയ പാർട്ടിയാണ്. നരേന്ദ്രമോദി ഉയർത്തുന്ന ദേശീയവാദത്തിന് നരേന്ദ്രമോദി തന്നെ സമർത്ഥമായി ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന ഈ പോളറൈസേഷൻ പൊളിറ്റിക്സിന് മറുപടി പറയണമെങ്കിൽ പാകിസ്ഥാനോട് ഗോ ബാക്ക് പറയണം. അത് പറയണം, ഓടാ, ഇത് ഞങ്ങളുടെ നാട്ടിലെ കാര്യമാണ്, ഞങ്ങൾ പരിഹരിച്ചുകൊള്ളും. നരേന്ദ്രമോദിക്കിപ്പോൾ തീർച്ചയായിട്ടും ഒരു ഗവൺമെൻറ് അടിസ്ഥാന ജനകീയ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ആഘോഷങ്ങൾ നടത്തുന്നു, കാർണിവൽ നടത്തുന്നു എന്നൊക്കെ പറയുന്നത് പിണറായി വിജയനോടും നരേന്ദ്രമോദിക്കൊക്കെ എതിരായിട്ട് പ്രതിപക്ഷത്തിന് ഉന്നയിക്കാവുന്ന വിഷയം തന്നെയാണ്. അത് രാഹുൽ ഗാന്ധി ഉന്നയിച്ചതിൽ ഒരു തെറ്റുമില്ല, അദ്ദേഹം അത് ചെയ്യണം, അദ്ദേഹത്തിൻ്റെ പണിയാണ്. പക്ഷേ അത് പാകിസ്ഥാൻ എന്ത് കാര്യം? ഇതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ആ ചോദ്യം ചോദിക്കേണ്ടത് ഒരുപക്ഷെ നമ്മൾ മാധ്യമപ്രവർത്തകരല്ല, ഈവൻ നരേന്ദ്രമോദി അത് ഉന്നയിച്ച് കാണിച്ചു. അത് പ്രകോപനമായിട്ട് എടുത്തിട്ടെങ്കിൽ അതിന് മറുപടി പറയേണ്ടത് കോൺഗ്രസ്സാണ്. കോൺഗ്രസ് എത്രയും വേഗം മറുപടി പറഞ്ഞില്ലെങ്കിൽ അതൊരു വലിയ തലവേദനയായി വളരും. തീർച്ചയായിട്ടും നമുക്ക് കോൺഗ്രസിൻ്റെ മറുപടി കാത്തിരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.